ഞാനൊരു സാധനം മാത്രം വാങ്ങാൻ പോയതാണ്. നമ്മളിപ്പോൾ പോകുന്നത് കണ്ണൂർ താണയിലുള്ള മെട്രോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഒരു സാധനം വാങ്ങാനാണ് പോയത്, പക്ഷേ കൊട്ട നിറയെ സാധനം വാങ്ങേണ്ടി വന്നു. അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒന്നിനും പുറത്ത് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആദ്യം പോയത് വെജിറ്റബിളും ഫ്രൂട്ടും എല്ലാം ഉള്ള സ്ഥലത്തേക്കാണ്. ആദ്യം തന്നെ നല്ല പഴുത്ത മാങ്ങ കണ്ടിട്ട് അത് കുറച്ചെടുത്തു. പല മോഡൽ മാങ്ങകളുണ്ട്, ചെറിയ വിലയേ ഉള്ളൂ. നല്ല ഓഫറാണ്, എല്ലാം നല്ല ഫ്രഷ് സാധനമാണ്. പച്ചക്കറിക്കും ഫ്രൂട്ടിനും എല്ലാം നല്ല ഓഫറുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രൂട്ടും ആവശ്യത്തിനുള്ള പച്ചക്കറികളും എല്ലാം വാങ്ങി. പിന്നെ അവിടെ പോകാൻ ഒരു കാരണമുണ്ട്. നമ്മളെന്തായാലും മാസത്തിൽ ഒരു 2-3 തവണ എന്തായാലും പോയിരിക്കും. എന്താണെന്നറിയോ, നമുക്ക് അവിടെ പോകുമ്പോൾ ഇല്ലേ, ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ സാധനം എല്ലാം വാങ്ങിയെല്ലാം റെഡിയാകുമ്പോഴേക്കും അവിടെ എന്തെല്ലാം ഉണ്ട് കഴിക്കാമെന്ന് കണ്ടറിയണം. മാംഗോ ഷേക്കിനും എല്ലാ മോഡൽ ഷേക്കും ഉണ്ട്. എല്ലാറ്റിനും വളരെ വില കുറവാണ്, എന്നാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പേടിക്കാതെ വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളെ മെട്രിയോ. ഇപ്പോൾ നമ്മളവിടെ പോയി അവർക്കെല്ലാം നല്ല പരിചയമായി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ടെന്നുള്ള ഒരു ജാള്യതയും വേണ്ട, സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ നമ്മൾ കഴിക്കൽ. പിന്നെ പോക്കറ്റ് കാലിയായി പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. എല്ലാറ്റിനും മിതമായിട്ടുള്ള പൈസ എടുക്കുന്നുള്ളൂ അവരെ. അവിടെ പോയാൽ വയറും നിറക്കും കൊട്ടയും നിറക്കാം, ധൈര്യത്തോടെ പോയിക്കോളും. എല്ലാറ്റിനും നല്ല ഓഫറുണ്ട്. ഒരു പച്ചക്കറിയും ഫ്രൂട്ടും മാത്രമല്ല, ഫിഷോ ചിക്കനോ ബീഫോ മട്ടനോ എന്ത് വേണം എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കപ്പയും എല്ലാം കുറേശ്ശെ ആയിട്ട് എടുത്തിട്ടുള്ളൂ, ആവശ്യമുള്ളത് മാത്രം. എന്തായാലും വന്നതല്ലേ, എന്തായാലും ഒരു സാധനം വാങ്ങാൻ പോയാൽ എന്തായാലും ഒരു കൊട്ട നിറയെ സാധനം എടുത്തിരിക്കും. അത്രയ്ക്ക് ചെറിയ വിലയേ ഉള്ളൂ. എന്താണെന്നറിയില്ല, പെരുന്നാളായതുകൊണ്ട് നല്ല ഓഫറാണ്. കുറച്ച് ചിക്കനും ഫിഷും എല്ലാം വാങ്ങണമെന്ന് കൂടി കരുതി പോയതാണ്. അന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം അന്ന് ചിക്കനും ബീഫും നമുക്ക് കിട്ടിയിട്ടില്ല. വാങ്ങാൻ പോയതെന്തോ വാങ്ങിയതെന്തോ. എന്തായാലും പോകുമ്പോൾ അവിടുന്ന് എന്തായാലും നമ്മൾ ഇതെല്ലാം സാധനം വാങ്ങിപ്പോകും. അങ്ങനെ പച്ചക്കറിയെല്ലാം എടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നേരിയരിയാണ്. അത് ഞാൻ അഗർവാള എടുക്കും. അത് ബിരിയാണിക്കുള്ള അരി, അഗർവാൾ അല്ലെങ്കിൽ അഷറഫ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഞാൻ എടുക്കാറുള്ളൂ. ഇതൊക്കെ ഓഫറിലുള്ള സാധനമാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ്, അതുകൊണ്ട് വെറുതെ ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇതാ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനവും ഉണ്ട്. ഒന്നിനും പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ബാഗും ടിഫിനും ബുക്കും എന്താ വേണ്ടത് എല്ലാം നമ്മളെ മെട്രോയിലുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. കണ്ടോ അവിടെയുള്ള സാധനങ്ങൾ, എല്ലാ ഫുഡും ഒന്നിനൊന്നും മെച്ചാണ്. കള്ളം പറയുന്നതെല്ലാം നിങ്ങൾ എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിഴിപ്പൊറോട്ട, കിഴി ബിരിയാണി, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഏത് ഫുഡ് വേണമെങ്കിലും നമ്മൾ ഈ കൊച്ചു റെസ്റ്റോറൻറ്റിൽ ഇല്ലാത്ത ഫുഡില്ല. പിന്നെ ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങി, പകുതിയേ കഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ മോൾക്ക് വേണ്ടത് അവൾ ഓർഡർ ചെയ്തു, അതും വാങ്ങിക്കഴിച്ചു. ഇന്ന് നമ്മളെന്തായാലും ഷേക്കൊന്നും വാങ്ങിയിട്ടില്ല. എന്താണെന്നറിയോ, അവിടെ ഞാനൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഇളനീർ ജ്യൂസ്. പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു ബോട്ടിൽ അത് വാങ്ങിയിട്ട് നമ്മൾ രണ്ടാളും കഴിച്ചേ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നീടാണ് കണ്ടത് ലിച്ചിയും കൂടി ചേർന്നിട്ടുള്ള രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസായിരുന്നെന്ന്. പിന്നെ മക്കൾക്കുള്ള ബാഗെല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. പിന്നെ ബില്ലെല്ലാം ചെയ്ത് അവരെന്നെ ഒരു ഓട്ടോ പിടിച്ച് അതിലേക്ക് സാധനമെല്ലാം കയറ്റി വെച്ച് തന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ തൽക്കാലം പോകുന്നു. നാളെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.